നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. യുവതിയുടെ ആത്മഹത്യ, ഭർത്താവിനും മാതാപിതാക്കൾക്കും തടവ് ശിക്ഷ വിധിച്ച് കോടതി. വള്ളികുന്നം SK സദനം വീട്ടിൽ ശിവൻകുട്ടിയുടെ മകൾ ദീപിക മരിച്ച സംഭവത്തിലാണ് ഭർത്താവിനും മാതാപിതാക്കൾക്കും തടവ് ശിക്ഷ ലഭിച്ചത്. ഒന്നാം പ്രതി കായംകുളം കീരിക്കാട് മലമേൽ ഇടയിൽ കുടുക്കയിൽ കൊച്ചുകുട്ടൻ ആചാരി, രണ്ടാം പ്രതി ഭാര്യ സുമതി അമ്മാൾ, മൂന്നാം പ്രതി മകൻ ശ്രീകുമാർ എന്നിവരെയാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി PG ശ്രീദേവി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. 1 മുതൽ 3 വരെയുള്ള പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 1ഉം 2ഉം പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ 6 മാസം തടവുമാണ് ശിക്ഷ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്നെ 1ഉം 2ഉം പ്രതികൾ കൂടുതൽ പണവും സ്വർണവും ആവശ്യപ്പെട്ട ശാരീരികമായും മാനസികമായും ദീപികയെ ഉപദ്രവിച്ചിരുന്നു. വിദേശത്തായിരുന്ന ഭർത്താവിനോട് ദീപിക ഈ വിവരം പറഞ്ഞെങ്കിലും മറുപടി അനുകൂലമായിരുന്നില്ല. ഗർഭിണിയായിരുന്ന ദീപികയ്ക്ക് ആശുപത്രി ചിലവുകൾക്കും മറ്റുമുള്ള പണം കൊടുക്കാതെയും ദീപികയുടെ മാതാപിതാക്കളോടൊപ്പം വിടാതെയും 1ഉം 2ഉം 3ഉം പ്രതികൾ നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. തുടർന്ന് ദീപിക വീടിൻ്റെ ഹാൾമുറിയോട് ചേർന്നുള്ള ബെഡ്റൂമിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ വിധി വന്നത്. വിൻ മീഡിയ, ആലപ്പുഴ.